നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. അയർലൻഡിനെതിരായ ഒന്നാം ട്വന്റി മത്സരത്തിൽ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയതിനു പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് പുകഞ്ഞുയർന്ന വൻ വിവാദങ്ങൾ ഇപ്പോൾ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ്. രണ്ടാം ട്വന്റി മത്സരത്തിലെങ്കിലും ഇന്ത്യയുടെ കൗമാര ബാറ്റിംഗ് സെൻസേഷൻ വൈഭവ് സൂര്യവംശി എന്ന 15 വയസ്സുകാരൻ വിസ്മയം ഇന്ത്യൻ ജേഴ്സിയിൽ അരങ്ങേറുമെന്ന് ഉറച്ചു വിശ്വസിച്ച കോടിക്കണക്കിന് വരുന്ന ക്രിക്കറ്റ് പ്രേമികളുടെ നെഞ്ചിലേക്കാണ് ഇപ്പോൾ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് വീണ്ടും കനത്ത പ്രഹരമേൽപ്പിച്ചിരിക്കുന്നത്. പരമ്പര നിലനിർത്താനുള്ള നിർണായകമായ രണ്ടാം പോരാട്ടത്തിലും വണ്ടർ കിഡ് വൈഭവ് സൂര്യവംശിയെ ഇന്ത്യ ദയനീയമായി തഴഞ്ഞിരിക്കുന്നു. ആദ്യ മത്സരത്തിലെ നാണംകെട്ട ബാറ്റിംഗ് തകർച്ചയ്ക്ക് ശേഷം ഈ 15-കാരനെ ടീമിലേക്ക് തിരികെ വിളിക്കുമെന്നും അവനായിരിക്കും ഇന്ത്യയുടെ രക്ഷകനെന്നും എല്ലാവരും കരുതിയിരുന്നു. എന്നാൽ വൈഭവിന് തന്റെ സ്വപ്ന അരങ്ങേറ്റത്തിനായി വീണ്ടും കാത്തിരിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഒന്നാം ട്വന്റി മത്സരത്തിലെ തകർച്ചയ്ക്ക് പിന്നാലെ ടീമിൽ 2 പ്രധാന മാറ്റങ്ങൾ വരുത്താൻ കോച്ച് ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും തയ്യാറായെങ്കിലും വൈഭവ് സൂര്യവംശിയെ മാത്രം 11ലേക്ക് വിളിക്കാൻ ഇവർ കൂട്ടാക്കിയില്ല. അതേസമയം ടീമിലെത്തിയ മറ്റ് 2 പുതുമുഖങ്ങളായ സൂര്യാൻ ഷെഡ്ഗെയും പ്രിൻസ് യാദവും ഈ മാച്ചിലൂടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറുകയും ചെയ്തു. ഇതോടെ സോഷ്യൽ മീഡിയയിൽ നിരവധി ഇന്ത്യൻ ആരാധകരാണ് വൈഭവിന്റെ അഭാവം ചോദ്യം ചെയ്ത് കടുത്ത ഭാഷയിൽ രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ടീമിലെ വൻകിട സ്റ്റാർ ബാറ്റ്സ്മാൻമാർക്ക് 15 വയസ്സുള്ള ഒരു കുട്ടിയെ കണ്ട് അസൂയയും ഭയവുമാണ് എന്ന് തുടങ്ങി കനത്ത ചർച്ചകളാണ് ഇപ്പോൾ പുകയുന്നത്. സച്ചിൻ ടെണ്ടുൽക്കറേക്കാൾ ചെറിയ പ്രായത്തിൽ വൈഭവ് സൂര്യവംശി ഇന്ത്യൻ കുപ്പായത്തിൽ അരങ്ങേറാൻ ചില ലോബികൾ അനുവദിക്കാത്തതാണോ ഇതിനു പിന്നിൽ? വൈഭവ് വന്നാൽ ആരുടെയൊക്കെയോ കസേര തെറിക്കുമെന്നാണ് ടീം മാനേജ്മെന്റ് ഭയപ്പെടുന്നത്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെയും കോച്ച് ഗൗതം ഗംഭീറിന്റെയും ഈ കടുംവെട്ടിനു പിന്നിലെ ഇൻസൈഡ് ചതിക്കുഴികൾ വലിച്ചു കീറിയുള്ള സ്പോർട്സ് പിച്ചിന്റെ മാസ് വിശകലനത്തിലേക്ക് സ്വാഗതം. നമുക്ക് രണ്ടാം ട്വന്റി മത്സരത്തിന്റെ ടോസ് വീണതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലുണ്ടായ ആ വൻ സ്ഫോടനത്തിലേക്ക് വരാം. വൈഭവ് സൂര്യവംശിയെ വീണ്ടും മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്ലേയിങ് 11 പുറത്തു വന്ന ഉടൻ തന്നെ ആരാധകർ കടുത്ത അമർഷമാണ് രേഖപ്പെടുത്തിയത്. ഒരു ആരാധകൻ കുറിച്ചത് ഇങ്ങനെയാണ്: ഇന്ത്യൻ ടീം സെലക്ഷനിൽ അങ്ങേയറ്റം നാണക്കേട് തോന്നുന്നു. ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരുടെ കടുത്ത അരക്ഷിതാവസ്ഥയാണ് ഇതിന് പ്രധാന കാരണം. അയർലൻഡിനെതിരെയെങ്കിലും വൈഭവ് സൂര്യവംശിക്കുള്ള ഈ ഒരു അവസരത്തിന് അവൻ പൂർണ്ണമായും അർഹതയുണ്ടായിരുന്നു. മറ്റൊരു ആരാധകൻ ടീം മാനേജ്മെന്റിന്റെ ഇരട്ടത്താപ്പിനെ കൃത്യമായി ചോദ്യം ചെയ്തു. വളരെ മോശം തീരുമാനമാണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വൈഭവ് സൂര്യവംശിയെ കളിപ്പിക്കാൻ തീരെ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അയാളെ സ്ക്വാഡിലേക്ക് തിരഞ്ഞെടുക്കുന്നത്? വെറുതെ ബെഞ്ചിലിരുത്തി ഒരു പ്രതിഭയുടെ ആത്മവിശ്വാസം തകർക്കാനാണോ ഈ ശ്രമം? അതെ, ആരാധകരുടെ ഈ ഒരു ചോദ്യം തികച്ചും ന്യായമാണ്. ആദ്യ മത്സരത്തിൽ മുൻനിര ബാറ്റർമാരെല്ലാം അമ്പെ പരാജയപ്പെട്ടിട്ടും അത്രയൊന്നും ശക്തരല്ലാത്ത അയർലൻഡിനെതിരെ പോലും ഈ യുവവിസ്മയത്തെ പരീക്ഷിക്കാൻ ഗംഭീറോ ശ്രേയസോ തയ്യാറായില്ല എന്നത് അവിശ്വസനീയമാണ്. ഇതിനൊക്കെ പുറമെ ടോസ് ലഭിച്ചിട്ടും ഇന്ത്യ വീണ്ടും ആദ്യം പന്തെറിയാനെടുത്ത തീരുമാനത്തെയും ആരാധകർ വലിച്ചു കീറുന്നുണ്ട്. ടോസ് ലഭിച്ചിട്ടും വീണ്ടും എന്തിനാണ് ഇന്ത്യ ആദ്യം പന്തെറിയുന്നത്? അത് മനസ്സിലാകുന്നില്ല. ആദ്യ മത്സരത്തിൽ റൺസ് ചേസ് ചെയ്യാനിറങ്ങി നാണംകെട്ട രീതിയിൽ ഓൾ ഔട്ടായ ചരിത്രം തൊട്ടുമുന്നിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ മണ്ടൻ തന്ത്രങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത്? പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ സെലക്ഷൻ കോളുകളും കളിയിലെ തന്ത്രങ്ങളും ഓരോ മത്സരം കഴിയുന്തോറും ആരാധകർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പ്രയാസമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവഗണനയ്ക്കു പിന്നിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ പണ്ടുമുതലേ ആരോപിക്കപ്പെടുന്ന ചില കറുത്ത ശക്തികളുടെ ഇടപെടലുകൾ ഉണ്ടോ എന്ന കനത്ത സംശയമാണ് ഇപ്പോൾ ആരാധകർ പങ്കുവെക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു പ്രധാന പ്രതികരണം ഇങ്ങനെയാണ്: സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറേക്കാൾ ചെറിയ പ്രായത്തിൽ വൈഭവ് സൂര്യവംശിയെ ഇന്ത്യൻ കുപ്പായത്തിൽ അരങ്ങേറാൻ മുംബൈ ലോബി ഒരിക്കലും അനുവദിക്കില്ല. ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ ഇന്ത്യക്കായി അരങ്ങേറി ചരിത്രം കുറിച്ച ഇതിഹാസമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. 15ാം വയസ്സിൽ നിൽക്കുന്ന വൈഭവ് സൂര്യവംശി ഇപ്പോൾ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞാൽ അത് സച്ചിന്റെ ആ വലിയ റെക്കോർഡിനെ മറികടക്കുന്ന ഒന്നായി മാറും. മുംബൈ ക്രിക്കറ്റിന്റെ ഈ ഒരു ആധിപത്യവും റെക്കോർഡും തകരാതിരിക്കാൻ വേണ്ടിയാണ് മുംബൈ ലോബിയുടെ വക്താക്കൾ ടീം മാനേജ്മെന്റിൽ സമ്മർദ്ദം ചെലുത്തി വൈഭവിനെ ബെഞ്ചിലിരുത്തുന്നത് എന്നാണ് ആരാധകർ കടുത്ത ഭാഷയിൽ ആരോപിക്കുന്നത്. അതുമാത്രമല്ല, വൈഭവ് സൂര്യവംശിക്ക് ഒരു അവസരം ലഭിച്ചാൽ അവൻ ഇന്ത്യൻ ടീമിനായി
വലിയ സ്കോർ നേടുമെന്നും അത് നിലവിൽ ഫോമില്ലാതെ പരങ്ങുന്ന ഓപ്പണർമാരായ അഭിഷേക് ശർമ്മയുടെയോ അല്ലെങ്കിൽ മലയാളി താരം സഞ്ജു സാംസണിന്റെയോ സ്ഥാനം വലിയ രീതിയിൽ അപകടത്തിലാക്കുമെന്നും ടീം മാനേജ്മെന്റും സീനിയർ താരങ്ങളും ഭയപ്പെടുന്നുണ്ടാകാം. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ഈ കുട്ടി പ്രതിഭയെ ബോധപൂർവം അവഗണിക്കാൻ ഇവർ കൂട്ടുനിന്നത്. 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ അസാധാരണമായ ബാറ്റിംഗ് ക്ലാസ് കണ്ട് ടീമിലെ വൻകിട സ്റ്റാർ ബാറ്റ്സ്മാൻമാർക്ക് കടുത്ത അസൂയയും ഇൻസെക്യൂരിറ്റിയും തോന്നുന്നു എന്ന ആരാധകരുടെ വാക്കുകൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഡ്രസ്സിംഗ് റൂമിലെ അണിയറ രഹസ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ കടുംപിടുത്തങ്ങളെ പൊളിച്ചടക്കിക്കൊണ്ട് ആരാധകർ സോഷ്യൽ മീഡിയയിൽ വളരെ മികച്ചൊരു പ്ലേയിങ് 11 കോമ്പിനേഷൻ തന്ത്രം മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ അവർ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ഈ മത്സരത്തിൽ 3 പുതുമുഖങ്ങളെ സുഖമായി ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താമായിരുന്നു. മലയാളി താരം സഞ്ജു സാംസണിനൊപ്പം വൈഭവ് സൂര്യവംശിയെ ഓപ്പണറാക്കി ഇറക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ സഞ്ജുവിന്റെ എക്സ്പീരിയൻസും വൈഭവിന്റെ തനത് വെടിക്കെട്ടും ഇന്ത്യക്ക് പവർ പ്ലേയിൽ വമ്പൻ സ്കോർ സമ്മാനിക്കുമായിരുന്നു. അതുമാത്രമല്ല, വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷനെ 5ാം നമ്പറിലേക്ക് മാറ്റി മിഡിൽ ഓർഡർ കൂടുതൽ ശക്തമാക്കാമായിരുന്നു. ആദ്യ മത്സരത്തിൽ ബാറ്റ് കൊണ്ടും പന്തുകൊണ്ടും അമ്പെ പരാജയപ്പെട്ട വാഷിംഗ്ടൺ സുന്ദർ, പ്രസിദ്ധ് കൃഷ്ണ എന്നിവർക്കൊപ്പം കളിയിൽ ഒട്ടും സ്വാധീനം ചെലുത്താൻ കഴിയാതിരുന്ന തിലക് വർമ്മയെയും ഈ കളിയിൽ പുറത്താക്കാമായിരുന്നു എന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ തന്ത്രങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കോച്ച് ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും മുന്നോട്ടു പോയത്. മറ്റു 2 പുതുമുഖങ്ങളായ സൂര്യാൻ ഷെഡ്ഗെയും പ്രിൻസ് യാദവും ഈ മാച്ചിലൂടെ അരങ്ങേറ്റം കുറിച്ചപ്പോൾ അവരുടെ പ്രതിഭയെ മാനിച്ചുകൊണ്ട് തന്നെ ആരാധകർ ചോദിക്കുന്നത്, മറ്റെല്ലാവർക്കും അവസരം നൽകുമ്പോഴും വൈഭവ് സൂര്യവംശിയോട് മാത്രം എന്തിനാണ് ഈ കടുത്ത വിവേചനം കാണിക്കുന്നത് എന്നാണ്. ഓരോ മത്സരം കഴിയും തോറും ടീമിന്റെ സെലക്ഷൻ കോളുകൾ വലിയൊരു കോമഡിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വൈഭവ് സൂര്യവംശിയെ തുടർച്ചയായി 2ാം T20 മത്സരത്തിലും തഴഞ്ഞത് പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ അങ്ങേയറ്റം മണ്ടൻ തീരുമാനങ്ങളിൽ ഒന്ന് മാത്രമാണ് എന്നാണ് സോഷ്യൽ മീഡിയ ഒട്ടാകെ വിധിയെഴുതുന്നത്. ആദ്യ മത്സരത്തിൽ ക്യാപ്റ്റൻസിയിലും ബാറ്റിംഗിലും വലിയ പരാജയമായി മാറിയ ശ്രേയസിന് ടീമിലെ യുവതാരങ്ങളെ കൃത്യമായി നയിക്കാനോ അവർക്ക് ആവശ്യമായ പിന്തുണ നൽകാനോ സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നായകസ്ഥാനത്ത് വലിയൊരു മാറ്റം വരണമെന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന കടുത്ത പ്രതികരണം ഇങ്ങനെയാണ്: വൈഭവ് സൂര്യവംശിയെ തഴഞ്ഞത് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ തികച്ചും മണ്ടൻ തീരുമാനമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി സുരക്ഷിതമാക്കണമെങ്കിൽ എല്ലാ ഫോർമാറ്റുകളിലും ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റനായി വരണം. അതെ, യുവതാരങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാനും പക്വതയോടെ തീരുമാനങ്ങൾ എടുക്കാനും ഗില്ലിനെ പോലൊരു ശാന്തനായ നായകനാണ് ഇന്ത്യക്ക് ഇനി വേണ്ടതെന്ന് ആരാധകർ അടിവരയിട്ട് പറയുന്നു. അയർലൻഡിനെ പോലൊരു കൊച്ചു ടീമിനെതിരെ പോലും 15 വയസ്സുകാരൻ പ്രതിഭയ്ക്ക് അവസരം നൽകാൻ മടിക്കുന്ന ഈ ഭീരുത്വ സമീപനം തുടർന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി വലിയ പ്രതിസന്ധിയിലാകും. ആദ്യ കളി തോറ്റതിന്റെ അനാവശ്യ സമ്മർദ്ദം കാരണം വൈഭവിനെ ബെഞ്ചിലിരുത്തിയ ഗംഭീറിന്റെയും ശ്രേയസിന്റെയും തന്ത്രങ്ങൾ നാളത്തെ മത്സരത്തിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുമോ അതോ വീണ്ടും ഒരു വൻ ദുരന്തത്തിന് വഴി തുറക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. അതേ സുഹൃത്തുക്കളെ, വണ്ടർ കിഡ് വൈഭവ് സൂര്യവംശിയെ തുടർച്ചയായി 2ാം T20 മത്സരത്തിലും തഴഞ്ഞ ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ ഈ കടുത്ത തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? സച്ചിന്റെ റെക്കോർഡ് തകരുമെന്ന് ഭയന്ന് മുംബൈ ലോബിയാണ് വൈഭവിനെ ബെഞ്ചിലിരുത്തുന്നത് എന്ന ആരാധകരുടെ ആരോപണങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ശ്രേയസ് അയ്യരെ മാറ്റി എല്ലാ ഫോർമാറ്റുകളിലും ശുഭ്മാൻ ഗില്ലിനെ ക്യാപ്റ്റനാക്കണമെന്ന ആവശ്യത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി എല്ലാ ക്രിക്കറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് ഈ വലിയ ഇൻസൈഡ് സെലക്ഷൻ വിവാദം എല്ലാവരിലും എത്തിക്കുക. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതുപോലുള്ള കൃത്യമായ മാച്ച് വിശകലനങ്ങളും ഏറ്റവും പുതിയ മാസ് ബ്രേക്കിംഗ് വാർത്തകളും തത്സമയം ആദ്യമേ അറിയാൻ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.